നമസ്കാരം. അങ്ങനെ നീത്തുമ്മേന്റെ സംഗീതായി. ഇപ്പം പെട്ടെന്നൊരു സ്റ്റേക്ക്. ഓക്കെ. ഇപ്പൊ സമയം എത്രേ? ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴേക്കും സംഗീതമുള്ള ഹാളിലേക്ക് എത്തണം. അത് വന്നിട്ട് മുളന്തുരുത്തി ആ സൈഡ് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ പതിയെ റിലാക്സ് ആയിട്ടൊന്ന് റെഡിയൊക്കെ ആയി മെല്ലെ ഇറങ്ങാന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര നേരത്തെ ഒരുങ്ങുന്നത്. അപ്പം നമ്മുടെ സംഗീത് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് സ്വാഗതം. അപ്പൊ തുടങ്ങാം അല്ലെ. നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പെട്ടെന്നല്ല പതിയെ മേക്കപ്പ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. അപ്പം കറണ്ട് ഇല്ല, പെട്ടെന്ന് പവർ പോയി. ഞാൻ എന്റെ റൂമിൽ മൊത്തം സെറ്റ് ചെയ്തതായിരുന്നു. കറണ്ട് ഇല്ല. എന്റെ റൂമില് ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കറണ്ട് പോയപ്പം ഏട്ടന്റെ റൂമിലാണ് കുറച്ചുകൂടെ ഡേ ലൈറ്റ് കൂടുതൽ. അപ്പൊ ഞാൻ ഇങ്ങോട്ടെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത്. അപ്പൊ ഇവിടുന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു പ്രൈമർ ഇട്ട് കൊടുക്കാനേ. അങ്ങനെ മേക്കപ്പിനെ പറ്റിയൊന്നും അധികം പറയുന്നില്ല. നമുക്കിങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അങ്ങ് മേക്കപ്പ് ചെയ്യാം. ഓക്കെ. ഇന്നലെ കുറേ ലേറ്റായി നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കല്യാണ വീട്ടിൽ പോയിട്ട് ഡാൻസ് ഒക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ഒരു 12:30 ഉണ്ട് രാത്രി തിരിച്ചെത്താൻ. പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ പതിയെ സെറ്റാക്കി. ഇന്നാണ് ഇപ്പൊ ഡാൻസ് കളിക്കാറുള്ളത്. മര്യാദയ്ക്ക് പഠിച്ചിട്ടൊന്നുമില്ല. എന്താവോ എന്തോ. ഞാൻ ബാക്കിലാണ്. എൻ്റെ ഫ്രണ്ടില് കല്യാണപ്പെണ്ണിന്റെ ചേച്ചിയുണ്ട്. അവള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് അവളെ നോക്കിയെങ്കിലും കളിക്കാലോ. അതാണ് ഇപ്പത്തെ പ്ലാന്. അങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ചിരിച്ച് അങ്ങനെ കളിക്കാൻ പറ്റില്ല. സ്റ്റെപ്സ് ആലോചിക്കുന്ന ഒരു തിരക്കില്ലായിപ്പോ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഓക്കെ. നീത്തുമ്മ എന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര സിസ്റ്റർലി അഫെക്ഷൻ ഉള്ള ആളാട്ടോ. എനിക്ക് എന്റെ അനിയത്തിനെ പോലെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര എഫേർട്ട് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോയത്. അവളെ പേടിച്ചിട്ടാ പോയത്. ഇനി ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞാല് പിണങ്ങുമൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അവക്ക് വേണ്ടിയാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്താണ് തുടങ്ങുന്നത്. നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സംസാരിക്കാം. ചെയ്തുകൊണ്ട് സംസാരിക്കാം. നീത്തുമ്മേനെ എനിക്ക് എങ്ങനെയാ പരിചയം എന്ന് വെച്ചാൽ, നീത്തു എന്നാട്ടോ പേര്. ഞാൻ എന്തോ അങ്ങനെ നീത്തുമ്മാന്ന് വിളിച്ച് ശീലിച്ച. എന്നെ അവൾ അഞ്ചുമ്മാന്നാ വിളിക്കുക. അഞ്ചുമ്മ, കുഞ്ചു എന്നൊക്കെയാണ് വിളിക്കുക. ചേച്ചിന്ന് വിളിക്കും, പക്ഷെ എന്നാലും അവളെന്നെ അങ്ങനെയാണ്. അവള് മാത്രമാണ് എന്നെ അങ്ങനെ വിളിക്കുക. അല്ല, സുരഭി ചേച്ചി അഞ്ചുമ്മാന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും കേട്ടോ. കുഞ്ചു എന്നൊക്കെ വിളിക്കും. എനിക്ക് ഇവരെങ്ങനെയാ പരിചയം എന്ന് വെച്ചാല്, ഏട്ടന്റെ ഫ്രണ്ടാണ് നമ്മി. ഇവർ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം നമ്മി വീട്ടിലിങ്ങനെ വന്ന് പിന്നെ അമ്മയായിട്ടും ഇവരൊക്കെ ആയിട്ട് അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയതിനു ശേഷം അവളിങ്ങനെ നീത്തുവിനെയും ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ ഫസ്റ്റ് വരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വളർന്നാണല്ലോ, ഒറ്റ പെൺകുട്ടിയായിട്ട്. എപ്പോഴും ഇങ്ങനെ ആമ്പിള്ളേരുടെ ഇടയില് ഇങ്ങനെ ഞാൻ എപ്പോഴും അനിയത്തി പോലെ തന്നെ. അപ്പൊ എനിക്ക് വേറെ പെൺകുട്ടികള് എന്റെ വീട്ടിലേക്ക് വരുന്ന വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പുറത്തുനിന്ന് എല്ലാവരോടും ഭയങ്കര കമ്പനി, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലെ ടെറിട്ടറി സീൻ ഉണ്ട്. എന്റെ സ്ഥലത്തേക്ക് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഞാൻ അത്ര ഇവര് വരും അമ്മേനോടും ഏട്ടനോടൊക്കെ കമ്പനി അടിച്ച് വെക്കും. പക്ഷെ ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും. ഞാൻ അധികം ഹലോ എന്നൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ കമ്പനി അടിക്കാൻ പോലും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സമയം എടുത്ത് ഇങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് സെറ്റ് ആവുന്നത്. ഇവരായിട്ടെന്ന് വെച്ചാൽ ഞാൻ നീത്തുമ്മയായിട്ടാണ് ഞാൻ ക്ലോസ് ആവുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയപ്പം ഭയങ്കര ഇഷ്ടമായി. അവള് എന്നെ പോലത്തെ ഒരാളാണ്. ഇങ്ങനെ വൃത്തി ഭ്രാന്തൊക്കെയുള്ള കൂട്ടത്തിലാണ്. അതേപോലെ ആരെങ്കിലും ഇഷ്ടമല്ല എന്നുള്ള സാധനം അവള് കാണിക്കും. ഞാനും അതേപോലെ തന്നെ കാണിക്കുന്ന വെച്ചാൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്നല്ല. ഇപ്പൊ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഉള്ളിലുള്ളത് ഭയങ്കര വിസിബിൾ ആയിരിക്കും. അപ്പൊ അവളും അങ്ങനത്തെ ആൾ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞങ്ങള് ഭയങ്കര ഒരുപോലെയാണ്. അങ്ങനെ ഞങ്ങള് ഭയങ്കര കണക്റ്റഡ് ആയി. ഇന്ന് സംഗീത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അധികം അവരെ റിലേറ്റീവ്സോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും
ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഉള്ള ആൾക്കാരുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടിയുള്ള ഒരു അടിച്ചുപൊളി പരിപാടിയാണ് ശരിക്കും ഇത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, നല്ല രസമായിരിക്കും എല്ലാരും കൂടി കൂടുമ്പോഴേ. വർത്താനം പറഞ്ഞ് റെഡി ആവുന്ന കാര്യം മറന്നു പോകും. കറണ്ടില്ല, ചൂടെടുക്കുന്നുണ്ട്. അവള് കുറച്ച് ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു, വാ അങ്ങോട്ട് വാ, ഇവിടെ നിക്ക്, 2 ദിവസം നിക്ക്, ഇനി എപ്പോഴും അങ്ങനെ നിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒരുമിച്ച് ഇതുവരെ സ്റ്റേ ചെയ്തിട്ടും ഇല്ല കേട്ടോ. അപ്പൊ എനിക്ക് മടിയായിരുന്നു. പിന്നെ പറഞ്ഞു, ഞാൻ അവിടെ ആരൊക്കെയോ സ്റ്റോറി കണ്ടായിരുന്നു അവളുടെ ഇൻസ്റ്റാഗ്രാം. അപ്പൊ അവളെ കുറെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവിടെ ആരൊക്കെയോ ഉണ്ട്, എനിക്ക് മടിയാ, എനിക്ക് നാളായാലില്ല എന്നൊക്കെ പറഞ്ഞു. വലിയ വാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോഴാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും കണ്ടപ്പോ അവളില്ല. ഞാൻ പോയ സമയത്ത് അവളെ കല്യാണത്തിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ പോയതായിരുന്നു. പക്ഷെ അവള് വരുന്നതിന് മുമ്പ് ഞാൻ അവളെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റായി പോയി. അതങ്ങനെ എനിക്ക് വീട്ടിലിരിക്കുമ്പോ അങ്ങനെയല്ല, എനിക്ക് നാണം വരും, എങ്ങനെയാ ആൾക്കാരെ കാണാൻ, എങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ മിണ്ടുക എന്നൊക്കെ, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ആൾക്കാരെ കണ്ടതിന് അപ്പം മാറും കേട്ടോ. ഞാൻ അവരെ കംഫർട്ടബിൾ ആക്കും. ഞാൻ എന്താ പറയാ, അവര് എഫേർട്ട് എടുക്കണ്ടേ, ഞാൻ എഫേർട്ട് എടുത്ത് പേരെന്താ, എവിടെയാ, എങ്ങനെയാന്നൊക്കെ ഞാൻ ചോദിച്ചാൽ സംസാരിച്ചോളൂ. പക്ഷെ അതിന് മുന്നേ ഇങ്ങനെ ഒരു ക്രൗഡിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കുറെ ചിന്തിക്കും, പോണോ വേണ്ടേ, എന്താ ചെയ്യാന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഭയങ്കര സെറ്റായിരുന്നു, നല്ലായിരുന്നു. കറണ്ടില്ല, എന്ത് വേർക്കുന്നുണ്ട്, മേക്കപ്പ് നിക്കുവന്ന്. ഓക്കെ. നിങ്ങക്ക് ഉണ്ണീനറിയോ? മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS. ഉണ്ണി, ഏട്ടൻ, നമ്മി, ഇവരൊക്കെ ഭയങ്കര ക്ലോസ്. അപ്പം ഉണ്ണി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഉണ്ണും കൂടിയാണ്. ഏട്ടനാണ് സംഗീതനെ മേക്കപ്പ് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഉണ്ണി ഇപ്പം കുറച്ചു നേരത്തെ വീട്ടിൽ വന്നിട്ട് ഇവർ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഉണ്ണി ഏട്ടനും കൂടി പോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നമ്മള് ഈ പരിപാടി നടക്കുന്ന ഹാളിന്റെ അടുത്തുള്ള ഹോട്ടലിലോ അല്ലെങ്കിൽ ആ ഹാളിന്റെ റൂമോ അങ്ങനെ എന്തോ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ അവരങ്ങോട്ട് പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോയതാ. ഏട്ടൻ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് മറ്റേ ഇത് കുടിക്കും, എന്ത് പ്രോട്ടീൻ പൗഡർ, ആ ഡ്രിങ്ക് കുടിക്കും. അപ്പൊ അതുകൊണ്ട് ഏട്ടന് വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് ചോറുണ്ടുള്ളൂ, മര്യാദ കഴിച്ചില്ല. അപ്പൊ പറഞ്ഞു കുറച്ച് എനിക്ക് വിശക്കുമെന്നൊരു സംശയം എന്നൊക്കെ. അപ്പൊ അമ്മയും അച്ഛനും കൂടി അവർക്ക് ചോറൊക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ ചോറിന് അവിടെ അടിയായിരിക്കും എല്ലാരും കൂടി. ഇതിൽ ഒരു ഇലയിൽ കുറച്ചധികം ചോറും മീൻ പൊരിച്ചതും ഇതൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളും വേഗം റെഡി ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ രസാക്കി ഇരിക്കാലോ, അതാണ് പ്ലാൻ. ഞാനും അമ്മയും അച്ഛനും അപ്സു വരും നമ്മളെ പിക്ക് ചെയ്യാൻ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കാർ എടുത്തിട്ട് നമ്മള് ഒരുമിച്ച് അങ്ങോട്ട് പോവാന്ന്. ഒന്ന് റെഡി ആയിട്ട് അങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ. ഇന്നും ഒരു ബോളിവുഡ് തീമാട്ടോ. അപ്പൊ ഞാനൊരു സാരി ഉടുക്കാന്നാ വിചാരിച്ചിരുന്നത്. ഒരു മൾട്ടി കളർ ഒരു സാരി, ഒരു മൽമൽ കോട്ടണിൽ വരുന്ന ഒരു സാരി ഉണ്ട്. അപ്പൊ അതിടാന്ന പ്ലാൻ ചെയ്ത്. അപ്പം നീത്തും അങ്ങനെ മെസ്സേജ് ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ സാരി ഉടുക്കാന്ന്. അപ്പോൾ പറഞ്ഞ് സാരി ഉടുക്കല്ലേ, എല്ലാവരും സ്കേർട്ടും ടോപ്പ് ഇടുന്നത്, അപ്പം അഞ്ചുമിൻ സ്കേർട്ടും ടോപ്പൊക്കെ സെറ്റ് ആക്കി പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്തൊരു ബ്ലൂ കളർ ഫ്ലെയർഡ് സ്കേർട്ട് ഉണ്ട്, ഏട്ടൻ തന്നെ സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ആ സ്കേർട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ടോപ്പ് നോക്കിയപ്പോ എൻ്റെ അടുത്ത് അങ്ങനെ ടോപ്പ് ഇല്ല. അപ്പൊ ഞാൻ സാരി ബ്ലൗസ് ഇല്ലേ, ആ ഒരു സാരി ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തപ്പോ ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എല്ലാം റെഡി ആയിട്ട്. ആ ബ്ലൗസ് ഏട്ടൻ സ്റ്റിച്ച് ചെയ്ത്. അപ്പൊ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ അത് ഏട്ടൻ നല്ല ഒന്ന് ലൂസാക്കി തന്നു. അപ്പം അതാണ് ഞാൻ ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ, റെഡി ആയി കഴിഞ്ഞിട്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് റെഡി ആക്കി തരുമോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായപ്പോഴും അമ്മ ഞാൻ റെഡി ആയി തരട്ടെ ചോദിക്കാം. അമ്മയ്ക്ക് പേടി ഞാൻ ഓവറാക്കി ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ ഇവിടെ അടുത്ത് നമ്മളെ നൈബറിന്റെ ഹൗസ് വാമിങ്ങിനുള്ളപ്പം, ഹൗസ് വാമിങ് അല്ല, ആ വീട്ടിലെ കുട്ടീന്റെ കല്യാണോ എന്തോ തലേ ദിവസം എന്തോ പരിപാടി ഞാൻ ജസ്റ്റ് ഒരുക്കി കൊടുത്തായിരുന്നു. പക്ഷെ വൃത്തിയോടൊന്നുമില്ല, നല്ലതായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കണമെന്ന് ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്ക് പേടി. അപ്പൊ അമ്മ ഇന്ന് ഇങ്ങോട്ട് ചോദിച്ചു, നീ എന്നെ ഒന്ന് ഒരുക്കി തരും? അമ്മ ഞാൻ റെഡി ആയിട്ട് വരാൻ പറ്റുള്ള ഒരുക്കി തരാന്ന് പറഞ്ഞു. ഞാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി കാണിക്കാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു പാർട്ടി ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ റെഡി ആവണമെങ്കിൽ ഞാൻ ഒരു 1/2 hourലൊക്കെ റെഡി ആവാൻ എനിക്ക് പറ്റും. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നോർമലി പുറത്തു പോകാനാണെങ്കിലും ഞാനൊരു 10-15 minutes റെഡി ആവും. എനിക്കിങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയ ശീലമാണ്. സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ടുള്ളൊരു ശീലമില്ല. ഇപ്പൊ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോ അതൊരു ശീലമായിട്ടോ. കാറ്റുണ്ട് പുറത്തുനിന്ന്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ റൂമിൽ ഇത്ര ലൈറ്റ് ഇല്ല. ജനറലാണെങ്കിൽ ഫുൾ ചെടി വെച്ചിട്ട് വരുന്ന ലൈറ്റും കൂടി ഞാൻ കവർ ചെയ്തതിനെക്കൊണ്ട്.
പക്ഷെ ചെടി മുഖ്യം. വേർക്കുന്നുണ്ട് കണ്ടോ. ഞാനൊരു സ്മോക്കി ഐസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നോക്കാം. ലാഷസ് വെക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ്. നോക്കാം. പയ്യെ മെനക്കണ മസ്കാര ഇട്ട് കൊടുക്കാം. കറണ്ട് വന്നിരിക്കുന്ന ഫാൻ വൈസ് കിട്ടിയിരുന്നു. നന്നായിട്ടൊന്ന് ഇതിൽ മരയെ കാണാൻ പറ്റില്ല. മിറർ പൊട്ടിട്ടിട്ട് വരാട്ടോ. എന്തേ വരും. ഞാൻ ഫോൺ സ്ലീപ്പ് മോഡ് ഇട്ടിട്ട് ചെയ്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ കോൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ആകുമ്പോൾ ഞാൻ അറിയില്ല. അപ്പൊ നീത്തുമ്മ വിളിച്ചിട്ടുണ്ട് അമ്മേന്റെ ഫോണിലേക്ക്. പെട്ടെന്ന് വരണം, വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ വിളിച്ചാൽ പൊതുവെ ഫോൺ എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് അമ്മേനെ വിളിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട് അതിനെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, അതേ അമ്മേനെ വിളിച്ചത്. മൂശേട്ടനെ വിളിച്ചാൽ ഫോൺ എടുക്കൂല എന്നാണ് അവള് പറഞ്ഞത്. മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വിങ് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ട്. ഐലൈനർ വെച്ചിട്ടല്ല, അല്ലാതെ ഒരു ഷെയ്ഡ് പോലെ. നോക്കി നോക്കാം കേട്ടോ. കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. ഇനി എന്താ, നോസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്ലഷ്. ലിക്വിഡ് ബ്ലഷും പൗഡർ ബ്ലഷും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിക്വിഡ് ബ്ലഷ് ഇടുമ്പോൾ എനിക്ക് അത് അവിടെ സ്റ്റേ ചെയ്യാത്ത പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ ആ ലിക്വിഡ് ഇട്ടിട്ട് ആദ്യം പൗഡർ ബ്ലഷ് ഇട്ടിട്ട് ലോക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാറ്. കുറച്ചുകൂടി പോയോ?
കുറയ്ക്കാം. ലിപ് ലൈനർ. ഐയൊക്കെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഭയങ്കര ന്യൂഡാക്കാന്നാ വിചാരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ന്യൂഡായി പോകുന്ന സംശയം. നോക്കി നോക്കല്ലേ. അല്ല വേണ്ട, ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്, ഇതിടാം. നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് ഹൈലൈറ്ററും കൂടി ഇട്ടാൽ മേക്കപ്പ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനെ റെഡി ആക്കിയിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സും ഹെയറൊക്കെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, വിയർക്കുന്ന. അമ്മേനെ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഒരുക്കാം നമുക്ക്. അമ്മേ, മുഖമൊക്കെ കഴുകിയിട്ട് വാ, മുഖമൊക്കെ കഴുകിയിട്ട് വാ. ഓക്കെ, എൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് നമുക്ക് ഒരുക്കാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. നോക്കടാ എന്നതാ ഇവിടെ നിന്ന് ചെയ്യുന്ന നിങ്ങൾ കണ്ണ കാണാം. നോക്കട്ടെ, ഡ്രസ് ചെയ്തിട്ട് കണ്ണടക്കി ലൈറ്റായിട്ട് ചെയ്തു. എൻ്റെ മൈക്ക് ഓഫായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. അമ്മ കാണാൻ പോയ മേക്കപ്പ് ചെയ്തിട്ട് മിററിൽ. ഞാൻ പറഞ്ഞതാ പോകുന്ന വഴിക്ക് കണ്ടിട്ട് പോയെ. അമ്മ കണ്ടപ്പോൾ പേടിച്ചു പോയി. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നപ്പം അമ്മ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ നേരിട്ട് നല്ല രസമാണ് കേട്ടോ. വീഡിയോയിൽ രസമുണ്ട്. ഇപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ അമ്മേനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറ. അപ്പം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. ഞാനിതാ ഒരു കമ്മൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു ലോങ് കമ്മൽ. പിന്നെ ഒരു മാല ഇട്ടിട്ടുണ്ട്, കുറച്ച് ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്, വാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഡ്രസ്സ് കാണിക്കാം. ഹെയർ ഞാനൊരു ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്തതാണ്. പിന്നൊരു ദുപ്പട്ട. ഇതെല്ലാം സെപ്പറേറ്റ് ആട്ടോ. സ്കേർട്ട് വേറെയാണ്, ഇത് സാരീൻ്റെ ബ്ലൗസാണ്, ഇതെൻ്റെ ഒരു സൽവാറിൻ്റെ ദുപ്പട്ടയാണ്. ഓക്കെ, അമ്മേനെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്ത മേക്കപ്പ്. കണ്ണടക്കി സിമ്പിൾ.
ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ടെറസിൽ വന്ന കേട്ടോ, കുറച്ചുകൂടെ ലൈറ്റ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടെ ഫൈനൽ ലുക്ക് കാണിച്ചിട്ട് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് ദക്ഷിണയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റ് സാരി സെറ്റ് മുണ്ട് ലുക്കാണ്. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അടുത്ത വ്ളോഗ് അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ചെക്ക മണവാള. ഓ, രണ്ടെണ്ണം ഇടേ കയറി നോക്കി.